ഹരേ കൃഷ്ണ. ഓക്കെ, ഒരു മിനിറ്റ്. സെറ്റിങ്സ്. എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംവിതാം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ. നമ്മള് കണ്ടിന്യൂഷൻ ആണ് ഇത്. ഈ സെഷന് രണ്ട് മാസം ഇല്ലായിരുന്നു, 2 ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം ബേസിക്കലി നമ്മൾ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഷെയർ മീറ്റിംഗ്, ഷെയർ സ്ക്രീൻ, സ്ക്രീൻ. ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം പ്രഭു. ഓക്കെ, നമ്മള് ഓക്കെ, ബേസിക്കലി നമ്മൾ സർഗം വിസർഗം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. സ്പിരിച്വൽ വേൾഡ്, മെറ്റീരിയൽ വേൾഡ് എന്താണെന്നും ഇൻട്രൊഡക്ഷൻ ചെയ്തു. ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറയാം, 5 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിലോട്ട്. ഈ ഭൗതിക ലോകത്ത് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടു. അത് അവിദ്യയുടെ സൈക്കിളാണ്. ബീജം, പാപം, പ്രാരബ്ധഫലം, കൂതം. ഈ അവിദ്യയുടെ സൈക്കിള് കട്ട് ചെയ്യണമെങ്കിൽ അതിനെ കട്ട് ചെയ്യണമെങ്കിൽ വിദ്യയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാരബ്ധവും അപ്രാരബ്ധ ഫലവും ഇല്ലാതാക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ മനുഷ്യ ജീവിതം എത്ര സുദുർലഭമാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് പ്ലെയിൻ അയോധ്യധാമിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അയോധ്യധാമിലെ സ്പിരിച്വൽ വേൾഡിലെ ഗോലോകധാമത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഗോലോകധാമത്തിൽ നമ്മൾ ഗോലോക വൃന്ദാവനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. 3 സെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മധുരധാം, അതിനുശേഷം ദ്വാരകാധാം, അതിനുശേഷം അയോധ്യധാം. നമ്മൾ ഇവിടം വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പം ഇതില് നമ്മൾ ഇത് ഇല്ല, ഇവിടെ വന്നില്ല. നമ്മളിവിടെ വന്ന് നിർത്തി. കൃഷ്ണന്റെ എക്സ്പാൻഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സച്ചിത്, ആനന്ദം, ഇങ്ങനെ 3 എക്സ്പാൻഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ സത്ത് എന്ന് പറയുന്നത് സന്ധിനി ശക്തിയും, ചിത്ത് എന്ന് പറയുന്നത് സംവിത്ത്, ഹ്ലാദിനി ശക്തി ആനന്ദവും. അതായത് സത്ത് എന്ന് പറയുന്ന സന്ധിനി ശക്തി ബലദേവനും, ചിത്ത് എന്ന് പറയുന്ന സംവിത് ശക്തി അല്ലെങ്കിൽ അറിവ് അത് കൃഷ്ണനും, ശ്രീ രാധാറാണിയാണ് ഹ്ലാദിനി അല്ലെങ്കിൽ ആനന്ദ ശക്തി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിനകത്ത് നമ്മൾ കൃഷ്ണന്റെ പല എക്സ്പാൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഗോലോകത്ത് എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്, ബ്രഹ്മസംഹിതയിൽ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ഇവിടെ ബ്രഹ്മസംഹിത 5.3 വർണ്ണിച്ചിരിക്കുന്നതും അതിൻ്റെ പടവുമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ ഗോലോകം കണ്ട ഒരു താമര, ഒരു ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള താമരയെ പോലെയാണ്. അതിൻ്റെ വേൾസ് എന്ന് പറയുന്ന അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇതളുകൾ എന്ന് പറയുന്നത് ഓരോ ധാമങ്ങളാണ്. അതിൻ്റെ നടുക്കുള്ള മഞ്ഞത്തണ്ട്, ഒരു താമരയുടെ നടുക്കുള്ള മഞ്ഞ
തണ്ട്, അതാണ് ശരിക്കും ഗോലോകം. അവിടെ ഗായത്രി മന്ത്രം ഒരു ഹെക്സഗണൽ ഷേപ്പിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനി അടുത്ത ഫോട്ടോസിൽ നമ്മൾ കാണും. ഇപ്പൊ ഈ ഫോട്ടോസ് കാണുമ്പോൾ പറയുന്നത് പോലെ ഓരോ സ്ഥലത്തും 8 ഡയറക്ഷനിലും തൃശൂലങ്ങളുണ്ട്. അത് ഗാർഡ് ചെയ്യുന്നതായിട്ടും അതിൻ്റെ ഓരോ മന്ത്രങ്ങളും അവിടെ ഗാർഡ് ചെയ്യുന്നതായിട്ടും പറയുന്നു. ഇതിൻ്റെ അർത്ഥം ഇവിടെ അസുരന്മാർ വരുന്നു എന്നല്ല, ഇതൊരു പ്രൊട്ടക്ഷന് വെച്ചേക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഫ്രം, ഇനി ആരുടെ നിന്ന് പ്രൊട്ടക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ, കാരണം ഇവിടെ എത്തണമെങ്കിൽ തന്നെ പറ്റുന്ന കാര്യമല്ല, പക്ഷെ ഒരു വെൽ ഗാർഡഡ് മന്ത്രത്താൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ബന്ധിച്ചിരിക്കുന്ന പൂട്ടെന്നൊക്കെ പറയുന്ന പോലെയാണ്. മന്ത്രത്താൽ ഇതിനെ, ഈ ധാമത്തെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ എൻട്രൻസിലും ഭഗവാന്റെ തന്നെ അവതാരങ്ങളായിട്ടുള്ള, അതായത് അംശത്തിന്റെ അംശമായിട്ടുള്ള എക്സ്പാൻഷൻസ് അവിടെ ഉണ്ട്. അതിൽ മെയിൻ ഗോലോകത്തിലുള്ള 4 എക്സ്പാൻഷനാണ് ചതുർവ്യൂഹം എന്ന് പറയുന്നത്. സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധൻ, വാസുദേവൻ. ഇത് ഗോലോകത്ത് എക്സ്പാൻഷനിൽ നിൽക്കുമ്പോൾ, ഗോലോകത്തുള്ള സ്ഥലത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പം അതിനെ കൃഷ്ണ ചതുർവ്യൂഹം എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് കൂടുതൽ ടെക്നിക്കൽ ആയെങ്കിൽ നിർത്തിയിട്ട് പ്ലീസ് ചോദിക്കുക. എല്ലാവർക്കും മനസ്സിലാവും? സത്ത് എന്നുള്ളതിന്റെ ഒന്നുകൂടെ പറയണേ. സത്ത് 10 അല്ല 10 അതിലോട്ട് പോകുന്നില്ല ഞാൻ. സത്ത്. ഓ സത്ത്, ഓക്കെ. സത്ത്. സംവിത്ത് കൃഷ്ണൻ അറിവെന്ന് പറഞ്ഞു, ക്ലാദിനി രാധാറാണി ആനന്ദം എന്ന് പറഞ്ഞു. സത്തിന്റെ പെട്ടെന്ന് കിട്ടിയില്ല. ഓക്കെ, സത്ത് എന്ന് പറഞ്ഞാല് സന്ധിനി പൊട്ടൻസിയാണ്. അത് ശ്രീ ബൽദേവനാണ്. ഇവിടെ ഈ ഫോട്ടോയിലുണ്ട്, ഇവിടെ ബലദേവ പ്രഭുവാണ് സന്ധിനി അല്ലെങ്കിൽ സത്തായിട്ടുള്ള ഭഗവാനെ. നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ തന്നെ 3, നമ്മൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ശരീരമല്ല. ശരീരം 8 ഘടകങ്ങളാണ് നിയന്ത്രിക്കുന്നത്. പക്ഷെ അതെന്താണ് അറിവും ആനന്ദവും പറഞ്ഞില്ല, അപ്പൊ ഈ സത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നത് നിലനിൽക്കുക അല്ലെങ്കിൽ എറ്റേണിറ്റി എന്ന് പറയുന്നു. അതായത് ഉദാഹരണത്തിന് പറഞ്ഞ നിലനിൽക്കുന്നത് ധാമങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഭഗവാൻ ബൽദേവന്റെ എക്സ്പാൻഷൻസ് ആണ്. കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് അതാണ് സംവിത്ത്. കൃഷ്ണന്റെ എറ്റേണിറ്റി അതാണ് ബൽദേവൻ. കൃഷ്ണന്റെ ആനന്ദം അതാണ് രാധാറാണി. മനസ്സിലാവുന്നുണ്ടോ? സന്ധിനി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത് എന്ന് പറയാം. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ അത്രയും പെർഫെക്റ്റ് ആയിരുന്നില്ല. എറ്റേണിറ്റി എന്ന് പറയുന്നത് അല്ല, എന്നും നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ളത്. ശാശ്വതമായിട്ടുള്ളത് അതാണ് സന്ധിനി. ഭഗവാന്റെ ധാമം, ഭഗവാന്റെ പാരഫിനിലിയ. ഇപ്പൊ ഭഗവാന് കിടക്കുകയാണെങ്കിൽ ഭഗവാൻ അനന്തശേഷനായിട്ട് വരും. ഭഗവാന്റെ നടക്കുകയാണെങ്കിൽ ഭഗവാന്റെ കൊടയായിട്ട് വരും, ഭഗവാന്റെ ചെരുപ്പായിട്ട് വരും, ഭഗവാന്റെ ആഭരണങ്ങളായിട്ട് വരും, ഭഗവാന്റെ വെപ്പൻസ് ആയിട്ട് വരും, ഭഗവാന് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതിന്റെ പാത്രങ്ങളായിട്ട് വരും, ആഹാരമായിട്ട് വരും. ഇങ്ങനെ എല്ലാമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ബൽറാമൻ. അതാണ് ആ പൊട്ടൻസി. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ മാതാജി, ക്ലിയർ ആണോ? അല്ലേ? പ്രഭുജി, ആദ്യം തുടങ്ങിയൊന്ന് പറയോ? 3 കാര്യങ്ങൾ. ഓക്കെ, ഓക്കെ, ഞാൻ വേറെ രീതി പറയാം. നാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അല്ല, നമ്മൾ ആത്മാവാണ്. ആ ആത്മാവിന് അതിന്റെ ഇൻഗ്രീഡിയൻസ്, അത് എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്ത്, ചിത്ത്, ആനന്ദം കൊണ്ടാണ്. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പഞ്ച ഇന്ദ്രിയങ്ങളാലും പഞ്ചഭൂതങ്ങളാലും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതാ ഗ്രോസ് ബോഡി എന്ന് പറയുന്നത്, സ്ഥൂല ശരീരം പഞ്ച ഭൂതങ്ങളാൽ നിർമ്മിക്കുന്നു. അതിനകത്തുള്ള സൂക്ഷ്മ ശരീരം 3, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇവരാൽ നിർമ്മിക്കപ്പെട്ടു. ഇതിനകത്താണ് നമ്മുടെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 8 കവറിങ്സ് ഉണ്ട് നമ്മുടെ ആത്മാവിന്.
അത് ആത്മാവിന്റെ കവറിങ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആത്മാവിനെ കുറിച്ച് പറയുമ്പം ആത്മാവ് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് വെച്ചാൽ എറ്റേണിറ്റി, ചിത്ത് എന്ന് വെച്ചാൽ നോളജ്, ആനന്ദം എന്ന് വെച്ചാൽ ബ്ലിസ്. മലയാളത്തിലെ ആനന്ദം തന്നെ. ചിത്ത് എന്ന് പറഞ്ഞാൽ അറിവ്, സന്ധിനി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റേണിറ്റി എന്ന് വെച്ചാൽ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ആത്മാവ് ശാശ്വതമാണ്, ആത്മാവിന് അറിവുണ്ട്, ആത്മാവിന് ആനന്ദമുണ്ട്. ഈ മൂന്നും കൊണ്ടാണ് ആത്മാവ് നിർമ്മിക്കപ്പെടുന്നത്. ആത്മാവ് എന്ന് വെച്ചാൽ നാം. ശരിക്കും നമ്മൾ കംപ്ലീറ്റ് മൂഢതയിലും അറിവില്ലായ്മയിലും മായയിലും മുഴുകി ഇരിക്കുകയാണ് നമ്മളിവിടെ. അതുകൊണ്ട് നിരാനന്ദരായിട്ടിരിക്കുകയാണ്. അസത്ത്, അചിത്ത്, നിരാനന്ദമായിട്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 8 കവറിങ്സ് ഇതിന് വന്നുകൊണ്ടാണ്. അപ്പൊ ഈ സത്ത്, ചിത്ത്, ആനന്ദം പക്ഷെ നമുക്ക് 100% ഇല്ല. 100% ഉള്ളത് ഭഗവാനാണ്. ആ ഭഗവാന്റെ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ 3 ശക്തികളാണ്. ആ ശക്തികളുടെ ഓരോ ശക്തിക്കും ഒരു പരദേവത ഉള്ളതുപോലെ സത് എന്ന് വെച്ചാൽ സന്ധിനി അല്ലെങ്കിൽ എറ്റേണിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാശ്വതത്വം എന്ന് പറയുന്ന ആ ശക്തിയുടെ ഒരു പരദേവത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധിഷ്ഠാത ദേവത എന്ന് പറയുന്നത് ബലരാമനാണ്. കൃഷ്ണനെ കുറിച്ചുള്ള അറിവ്, അതാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അറിവ് എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റ അറിവേ ഉള്ളൂ ആക്ച്വലി ഈ ലോകത്ത്. അത് ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. അപ്പൊ നമ്മൾ ചോദിക്കുക നമ്മൾ പലതും അറിയുന്നതൊക്കെ അതൊക്കെ വെറും മായ അറിവാണ്. ശരിക്കും നമ്മൾ അറിയേണ്ടത് കൃഷ്ണനെ കുറിച്ച് മാത്രമാണ്. ആ അറിവ് കൃഷ്ണൻ തന്നെയാണ് വെച്ചേക്കുന്നത്. കൃഷ്ണന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കൃഷ്ണനാണ് അധിഷ്ഠാത ദേവത. ഹ്ലാദിനി അതായത് ആനന്ദം, മൂന്നാമത്തെ കണ്ടന്റ് സത്, ചിത്ത്, ആനന്ദം. അതിലെ ആനന്ദം, അതിന്റെ അധിഷ്ഠാത ദേവത എന്ന് പറയുന്നത് രാധാറാണിയാണ്, ശ്രീമതി രാധാറാണി. അങ്ങനെയാണ് ഭഗവാന്റെ എക്സ്പാൻഷൻസ്. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഭഗവാന് പല രീതിയിലുള്ള എക്സ്പാൻഷൻസ് ഉണ്ട്. അതിലെ ആദ്യമേ ഭഗവാനിൽ നിന്നും വന്ന ഫസ്റ്റ് എക്സ്പാൻഷൻ ആണ് ഹ്ലാദിനി, അതായത് ശ്രീ രാധാറാണി. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്ന വേഴ്സ് തന്നെയുണ്ട്, നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിലും ഭാഗവത്തിലും ഉണ്ട്. ഒന്നായിരുന്ന കൃഷ്ണൻ രണ്ടായിട്ട് മാറുന്നതാണ് കൃഷ്ണനും രാധയും. രണ്ടും ഒരു വ്യത്യാസം, ഒരു അഭിന്നത്വവും ഇല്ല. ഒരാള് കറുത്ത് ഒരാള് വെളുത്ത്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാള് ആണ് ഒരാള് പെണ്ണ്, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടും ഒരാൾ തന്നെയാണ്. അതാണ് ചിത്താനന്ദശക്തിയും ആനന്ദശക്തിയും. ചിത്ത ശക്തിയും ആനന്ദശക്തിയും ഇത് രണ്ടുമാണ് രാധാറാണിയും കൃഷ്ണനും. പിന്നെ കൃഷ്ണൻ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ബലറാമനായിട്ട്. അതാണ് സന്ധിനി ശക്തി, അതായത് എറ്റേണിറ്റി, അതായത് ശാശ്വതത്വം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണനും ബലറാമനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാൾ കറുപ്പ് ഒരാൾ വെളുപ്പ്, അത്രേ ഉള്ളൂ. രണ്ടും ബലറാമനെ പോയിട്ട് ബലറാം കൃഷ്ണൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ അത് അപരാധമാണ്. കൃഷ്ണൻ ബലറാമനായിട്ടുള്ള എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരാൾ കറുപ്പും വെളുപ്പും, അത്രേ ഉള്ളൂ. എങ്ങനെയാണോ രാധാറാണിയും കൃഷ്ണനും ആണും പെണ്ണും ആകുന്നത് അതേപോലെ. അപ്പൊ ഭഗവാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഭഗവാൻ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ രണ്ടുമാണ്. അതാണ് ഭഗവാന്റെ. അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതാണ് അചിന്ത്യ ഭേദ അഭേദ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 3 പേരുടെ എക്സ്പാൻഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് എല്ലാം കൃഷ്ണൻ തന്നെയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ചിത് ശക്തി കൃഷ്ണനാണ്, അല്ലെങ്കിൽ സംവിത്ത്. ചിത്തിന്റെ വേറൊരു പേരാണ് സംവിത്ത്. കൃഷ്ണന്റെ ഹ്ലാദിനി അല്ലെങ്കിൽ ആനന്ദം, സച്ചിദാനന്ദത്തിലെ ആനന്ദം, അതിന്റെ കംപ്ലീറ്റ് അധിഷ്ഠാത ദേവത എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണി. മൂന്നാമത്തത് അതായത് സത്ത്, എറ്റേണിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ശാശ്വതത്വത്തിന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസർവോയർ എന്ന് പറയുന്നത് ബലറാമനാണ്. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ കൃഷ്ണൻ ബലറാമനായിട്ടും കൃഷ്ണനായിട്ടും രാധാറാണിയായിട്ടും എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഇച്ഛ അനുസരിച്ച് കൃഷ്ണന് പല ശക്തികളുണ്ട്. പരശക്തി വിവിധൈവ ശ്രുതിയെന്ന് പല ശക്തികളുണ്ട്. ആ ശക്തികൾ ഭഗവാന്റെ ഇച്ഛിക്കുന്ന മാത്രമേ തന്നെ നടക്കും. നമ്മൾക്ക് ഒരു ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജോലിക്കാരുടെ അടുത്ത് ഇത് ചെയ്യണം, ഒരു കാര്യം ചെയ്യണമെന്ന് 10 പ്രാവശ്യം 15 പ്രാവശ്യം പറയണം. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ഇച്ഛിക്കുന്ന മാത്രമേ തന്നെ അത് നടന്നിരിക്കും. അങ്ങനെ ഭഗവാൻ ഒന്നായിരുന്ന ഭഗവാൻ രണ്ടാവണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആനന്ദശക്തിയായിട്ട് മാറുന്നു, ഹ്ലാദിനി ശക്തിയായിട്ട് മാറുന്നു ശ്രീരാധാറാണി. അതുപോലെ തന്നെ ഭഗവാനെ ഒന്ന് കിടക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ
ബലരാമൻ അവിടെ അനന്തശേഷനായിട്ട് വരുന്നു, ഭഗവാന്റെ മുകുടമായിട്ട് വരുന്നു, ഭഗവാന്റെ ആഭരണങ്ങളായിട്ട് വരുന്നു. ഭഗവാനെ ഞാൻ നല്ലതായിട്ട് അണിഞ്ഞൊരുക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആഭരണങ്ങളായിട്ട് ബലരാമൻ വരുന്നു. അതാണ് സന്ധിനി ശക്തി അല്ലെങ്കിൽ സത് ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ ഈ മൂന്നും? ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഇതും ഫസ്റ്റ് ശക്തികളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ അടുത്തത് ഞാൻ പറഞ്ഞത് കൃഷ്ണന്റെ ലോകത്ത് അല്ലെങ്കിൽ ഗോലോകധാമത്തിലുള്ള ചതുർവ്യൂഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഈ ഫോട്ടോയിൽ നോക്കിയാൽ കൃഷ്ണ സംവിത് ശക്തി എന്ന് പറഞ്ഞിട്ട് ബലരാമൻ പ്രദ്യുപ്ന എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടക്കുന്ന ഒരു ഫസ്റ്റ് ക്വാഡ്രബിൾ എക്സ്പാൻഷൻ എല്ലാവർക്കും കാണാമോ? ഓക്കെ, ഇതൊരു ഈ ടോപ്പിക്ക് തന്നെ കുറെ ടെക്നിക്കലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും സ്ലോയിൽ പോവാണ്. അപ്പൊ സ്ലോയിൽ പോകുമ്പോൾ എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പ്ലീസ് നിർത്തിയിട്ട് ചോദിക്കുക. അപ്പൊ ഈ 3 എക്സ്പെൻഷൻ സത്ത് ചിത്ത ആനന്ദ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്തോ മധുരി മനസ്സിലായി എന്ന് പറയുക. അപ്പൊ സച്ചിദാനന്ദ ക്ലിയർ ആയ സിറ്റുവേഷനിൽ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രബിൾ എക്സ്പാൻഷൻ. ഇവിടെ കാണിക്കുന്ന ചതുർവ്യൂഹം, അതാണ് കൃഷ്ണൻ ചതുർവ്യൂഹം എന്ന് പറയുന്നത്. കൃഷ്ണ ചതുർവ്യൂഹം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ഗോലോകത്തുള്ള ചതുർവ്യൂഹമാണ്. വാസുദേവൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, മൂലസംഘർഷണ അല്ലെങ്കിൽ സംഘർഷൻ എന്ന് പറയും. ഈ 4ആയിട്ട് ഭഗവാൻ എക്സ്പാൻഡ് ആവുന്നു. ഓക്കെ, സിമ്പിൾ ആണ്. 4 ഭാവത്തിൽ വരുന്നു കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന്റെ ഈ 4 ഭാവത്തിനും 4 കൈകളാണുള്ളത്. അതായത് കൃഷ്ണന്റെ ലോകത്ത് തന്നെ കൃഷ്ണന് 2 കൈയേ ഉള്ളൂ, ചില സമയത്ത് 4 കൈയാവും. ആ 4 കൈയാവുന്നത് എന്ന് പറയുന്നത് ഈ ചതുർവ്യൂഹങ്ങളാണ്. നമുക്ക് കൃഷ്ണന്റെ ഭാഗത്തിന്റെ നമുക്ക് പല സ്ഥലത്തും കൃഷ്ണനെ ഇടയ്ക്കിടയ്ക്ക് 4 കൈ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണാം. ജനിക്കുമ്പോൾ 4 കൈ പ്രദർശിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചായി മാറി, പിന്നെ അത് കഴിഞ്ഞിട്ട് രുക്മിണിയായിട്ട് കലഹിക്കുമ്പോഴും വഴക്കിടുമ്പോഴും ചിലപ്പം 4 കൈയായിട്ടും കാണിക്കും. ചില സമയത്ത് ഗോപികുമാറിന്റെ ഫ്രണ്ടില് ഒരു ലീലയുണ്ട്, അവിടെ 4 കൈ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള 4 കൈ കാണിക്കുന്നത് പറഞ്ഞാൽ ആക്ച്വലി ഈ ചതുർവ്യൂഹത്തിലെ വാസുദേവനാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി ഈ ചതുർവ്യൂഹത്തില് വാസുദേവന് മാത്രമേ ഉള്ളൂ? സംഘർഷനും പ്രദ്യുപ്നും അനിരുദ്ധനും ഒക്കെ ചതുർബാഹുക്കളാണോ? അതെ, 4 പേരും ചതുർബാഹുക്കൾ തന്നെയാണ്. ഞാൻ ആ വാസുദേവന്റെ കാര്യം പറഞ്ഞത് എന്തോന്ന് വെച്ചാൽ ജനിക്കുന്ന സമയത്ത് വന്നത് ഈ വാസുദേവനാണ്. വാസുദേവനും ദേവകിക്കും ഫ്രണ്ടിൽ വന്നത് ഈ വാസുദേവനാണ്. ഹരേ കൃഷ്ണ. വേറൊരു കാര്യം ഈ ഫോട്ടോയിൽ നമുക്ക് പഠിക്കാനുള്ളത്, റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, മാധുര്യവും ഐശ്വര്യവും. ഇത് ഒരിക്കൽ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മാധുര്യ ഭാഗം മേളിലോട്ട് പോകുമ്പം കൂടും, ഐശ്വര്യഭാവം താഴോട്ട് വരുമ്പം കൂടും. അതിനർത്ഥം ഐശ്വര്യം മേളിൽ ഇല്ല എന്നല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മാധുര്യം കൂടുന്നു അതുകൊണ്ട് നമ്മൾ ഐശ്വര്യം കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. റിലേറ്റീവ് മോഷൻ പോലെയാണ്, റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. ഇത് ഞാൻ എക്സാമ്പിൾസും പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ എന്നാലും അയോധ്യതാം, ദ്വാരകതാം, മധുരതാം, ഗോലോക വൃന്ദാവൻ, ഇതില് ഏറ്റവും കൂടുതൽ മാധുര്യം ഉള്ളതും ഐശ്വര്യം ഉള്ളതും ഗോലോക വൃന്ദാവനത്തിൽ തന്നെയാണ്. എന്നാൽ മാധുര്യം ഇത്രയും മടങ്ങ് കൂടുതലുള്ളത് കാരണം ഐശ്വര്യം ഉള്ളതായിട്ട് പോലും അവർക്ക് പ്രതിഫലിക്കുന്നില്ല. ഐശ്വര്യം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഈ 4 ധാമങ്ങളിൽ അയോധ്യധാമിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ശ്രീമതി നോക്കി താഴെ കഴിഞ്ഞാൽ ശ്രീമതി രാധാറാണി ഹ്ലാദിനി ആനന്ദശക്തി എന്ന് പറയുന്നത്. അതിന് ശേഷം താഴോട്ട് കാവ്യവ്യൂഹ രൂപ അതെല്ലാം പറയുന്നുണ്ട്. അതായത്
ഉദാഹരണത്തിന് ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. അത് ഇനിയും വരുന്ന സ്ലൈഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ജസ്റ്റ് പറഞ്ഞു പോവാണ്. കൃഷ്ണന്റെ എക്സ്പാൻഷൻസ് നമ്മളിപ്പം കൂടുതലായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ശ്രീമതി രാധാറാണിയും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് രാധാറാണി ദ്വാരകയിൽ എത്തുമ്പം രുക്മിണിയായിട്ടും, അവിടുന്ന് അയോധ്യയിൽ എത്തുമ്പോൾ സീതാദേവിയായിട്ടും, അതിന് നാരായണ ഫോമിൽ ഭാവത്തിലെത്തുമ്പം ലക്ഷ്മി ദേവിയായിട്ടും ഈ രാധാറാണി തന്നെയാണ് വരുന്നത്. അപ്പൊ ഒറിജിനൽ ലക്ഷ്മി എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. ഒറിജിനൽ ശ്രീ എന്ന് പറയുന്നത്, ശ്രീ എന്ന് നമ്മൾ എവിടെയെല്ലാം കാണുന്നുണ്ടോ, നമ്മൾ സാധാരണ ശ്രീ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയായിട്ട് പറയും. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ശ്രീ വൈഷ്ണവര് ശ്രീ എന്ന് പറഞ്ഞാൽ രാധാറാണിയാണെന്ന്, ലക്ഷ്മി ദേവിയാണെന്നുള്ള രീതി പറയും. പക്ഷെ നമ്മുടെ സമ്പ്രദായത്തിൽ ശ്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും രാധാറാണിയാണ്. അപ്പൊ ശ്രീ സൂക്തം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ വൈഷ്ണവര് ലക്ഷ്മി ദേവിയെ കുറിച്ച് സൂക്തം പറയുമ്പം നമ്മുടെ സമ്പ്രദായത്തിൽ ശ്രീ എന്ന് പറഞ്ഞ സൂക്തം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രാധാറാണിയാണ്. അപ്പൊ അതാണ് അവിടെ ഒരു നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള പല ലെവൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വിഭിന്നമൊന്നുമില്ല. നമ്മൾ ഡെഫിനേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും ഇത് സെയിം രാധാറാണിക്ക് അപ്ലൈ ചെയ്യലാണ്. കാരണം രാധാറാണിയാണ് ശരിക്കുള്ള ലക്ഷ്മി, മൂലലക്ഷ്മി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ഗോലോക വൃന്ദാവനത്തിന്റെ ഫോട്ടോ ആണ് ഇവിടെ കാണിച്ചത്. ഇതാണ് ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കും. നമ്മളെ ഭൗതിക ലോകത്ത് ഒരു കുമിളയില് അതിനകത്ത് ബ്രഹ്മാണ്ടത്തിനകത്ത് നമ്മൾ ഗർഭോദകശായി വിഷ്ണു ഇവിടെ ശയിക്കുന്നു. ഞാൻ ഈ കാണിക്കുന്ന കർസർ എല്ലാവരും കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണുന്നില്ലെങ്കിൽ പറയുക. ഈ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവിന്റെ തണ്ടിൽ നിന്നും പുക്കളിൽ നിന്നും വരുന്ന താമരത്തണ്ടിനകത്ത് 14 ലോകങ്ങളുണ്ട്. അതിനകത്തുള്ള ഒരു ചെറിയൊരു ഭാഗം ആണ്, വളരെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ പറയുന്ന ഭൂമി. അതുപോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിനെയും എല്ലാം നിലനിൽക്കുന്നത് കാരണസാഗരത്തിലാണ്. അതിന് മുകളിൽ ആണ് സ്പിരിച്വൽ വേൾഡ് ഉള്ളത്. സ്പിരിച്വൽ വേൾഡിൽ വൈകുണ്ഠ ലോകമുണ്ട്, ഏറ്റവും താഴെ ശിവലോകമുണ്ട്, കൈലാസമുണ്ട്, അതിനുശേഷം വൈകുണ്ഠ ലോകം, അതിനുശേഷം കൃഷ്ണലോകം. ഈ കൃഷ്ണലോകത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരവും ഡിസ്കസ് ചെയ്തത്. ഈ ഗോലോകത്തിലെ പാറ്റേൺസും അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത്രയും ലെവലിലോട്ട് നമ്മൾ പോകുന്നില്ല ഇതില്. അതിന് വേറൊരു സെഷൻ തന്നെ വേണ്ടി വരും. അപ്പൊ ആ ഗോലോകത്തിൽ ഉള്ള എക്സ്പാൻഷൻസ് ആണ് കൃഷ്ണ ചതുർവ്യൂഹം എന്ന് പറഞ്ഞ പ്രദ്യുമ്ന, അനിരുദ്ധൻ, സംഘർഷൻ, വാസുദേവൻ, ഇങ്ങനെ പറഞ്ഞ സംഘർഷൻ. അതിലെ സംഘർഷനെ മൂലസംഘർഷൻ എന്ന് പറയും. അതിനൊരു റീസൺ ഉണ്ട്, അത് പിന്നെ പറയാം. ഇപ്പൊ ഇത്രയും എല്ലാവരും ക്ലിയർ ആണ്. ഗോലോകത്തെ കുറിച്ച് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ എല്ലാരും ഗോലോക പറയണം പ്രഭു, ശരിയായില്ല, പറയണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞത് നമ്മള് സൃഷ്ടിയുടെ ഫുൾ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, ഇതിലെ സൃഷ്ടിക്ക് മെയിൻലി 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ മെയിൻലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഭൗതിക ലോകം എന്നും ഒന്ന് ആത്മീയ ലോകം. അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഭൗതിക ലോകത്ത് എന്തൊക്കെയാ ഉള്ളത്? ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ബ്രഹ്മാണ്ടത്തിലെല്ലാം കാരണസാഗരത്തിൽ ഇങ്ങനെ തത്തിക്കളിക്കുകയാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏറ്റവും താഴെ. ഈ ബ്രഹ്മാണ്ടത്തെ എല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അധിഷ്ഠാതാവായിട്ട് കാരണ ഓഷ്യനിൽ കിടക്കുന്ന കാരണദശായി വിഷ്ണുവുണ്ട്. ആ അവിടം വരെ നമുക്ക് കാരണസാഗരം വരെ ഭൗതിക ലോകമാണ്. അതിന് തൊട്ട് മുകളിൽ ഒരു ചെറിയ സ്ഥലം ഉണ്ട്, അതാണ് ശിവന്റെ ലോകം. അതാണ് നമ്മുടെ കൈലാസം എന്ന് പറയുന്നത്, ശരിക്കുള്ള ആത്മീയ കൈലാസം. ഇനി നമ്മൾ ഭൗതിക ലോകത്ത് വേറെ കൈലാസങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, അത് ഇനിയുള്ള സബ്സിക്വന്റ് സെഷൻസിൽ. പക്ഷെ ഇത് ക്ലിയർ ആയിരിക്കണം, ആ കൈലാസമല്ല ഈ കൈലാസം. ഇത് ആത്മീയ ലോകത്തിലുള്ള എൻട്രൻസ് തന്നെ കൈലാസമാണ്.
അവിടെയാണ് സദാശിവൻ നിലനിൽക്കുന്നത്. അതിന് മുകളിൽ ഉള്ള ലെവലാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഹരിധാമം അല്ലെങ്കിൽ വൈകുണ്ഠം എന്ന് എഴുതിയേക്കുന്ന ഈ സെക്ഷൻ. ഇവിടെയും അനന്തകോടി എക്സ്പാൻഷൻസ് ഉണ്ട് ഭഗവാന്റെ. അതിലോട്ട് വരാൻ നമ്മൾ ശ്രമിക്കാം ഇന്ന്. ഇതിന് മുകളിലുള്ള ധാമമാണ് ഗോലോക വൃന്ദാവനം. നമ്മളെല്ലാവരും നാമം ജപിച്ച് നമ്മൾ പോകേണ്ട നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് ഇത്രയും നേരവും പറഞ്ഞത്. ആ ധാമമാണ് ഇവിടെ ഏറ്റവും മുകളിലിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ എവിടെയാണ് പോകേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഏറ്റവും താഴെ ഉള്ള കാരണസാഗരത്തിൽ കിടക്കുന്ന ഒരു ഒരു ചെറിയൊരു കുമിള, ആ ചെറിയൊരു കുമിളയാണ് നമ്മുടെ ബ്രഹ്മാണ്ടം. അതിനകത്ത് ഗർഭോദകശായി വിഷ്ണുവിന്റെ പുക്കിളിൽ നിന്നും വന്ന താമര തണ്ടിനകത്ത് ഉള്ള 14 ലോകങ്ങളിൽ ഒരു ചെറിയ ഒരു ഭൂമിയിൽ നിന്നാണ് നമുക്ക് ഇവിടെ വരെ എത്തേണ്ടത്. ഗോലോകധാമത്തിൽ തിരിച്ചു പോകേണ്ടത്. അതിനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നതും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഫോട്ടോയെ ഒരു 2 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ പറഞ്ഞ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ചെയ്ത് തന്നെ പോണം. അതുകൊണ്ടാണ്. അല്ല പ്രഭു, അപ്പോൾ ക്ഷീരോദകായി വിഷ്ണു എന്ന് പറയുന്നത് അതിലല്ലേ ഭഗവാൻ കിടക്കുന്നതായിട്ട് പറയുന്നത്? അത് ഇപ്പോ എങ്ങനെയാണ്? അപ്പൊ ഫസ്റ്റ് വരുന്നത് കാരണതായി വിഷ്ണുവാണ് അല്ലെ? ഈ ഭൗതിക ലോകത്ത് കാരണദശായി വിഷ്ണുവാണ് മാസ്റ്റർ, അധിഷ്ഠാത ദേവ ഭൗതിക ലോകത്തെ. കാരണം പുള്ളിക്കാരനാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നത്. ക്ഷീരോദശായി വിഷ്ണുവിനെ കുറിച്ച് ഉള്ള ഡൗട്ട് മാതാജി മനസ്സിൽ വെക്കുക. നമ്മൾ ഭൗതിക ലോകത്തെ കുറിച്ച് വർണ്ണിക്കുമ്പം എവിടെയാണ് ക്ഷീരോദശായി വിഷ്ണു കിടക്കുന്നത് എന്നുള്ളത് വർണ്ണിക്കും. അത് ഈ ഫോട്ടോയിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ചെറിയൊരു സ്ഥലമാണ്. ഇത് നമ്മൾ സൃഷ്ടിയെ ഫുള്ള് പറയുമ്പം, മാപ്സിന്റെ ഇതിൽ ലെവലിൽ പറയുമ്പം ക്ഷീരോദശായി വിഷ്ണു വരുന്നത് ഈ ഗർഭോദശായി വിഷ്ണുവിന്റെ താമരത്തണ്ടിലെ ഒരു സ്ഥലത്ത് മാത്രമായിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ല. അവിടെ സൂമിൻ ചെയ്ത് പോകുമ്പോൾ മാത്രമേ 14 ലോകങ്ങൾ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ക്ഷീരോദശായി വിഷ്ണുവിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനർത്ഥം ക്ഷീരോദശായി വിഷ്ണുവും ഗർഭോദശായി വിഷ്ണുവും കാരണോദശായി വിഷ്ണുവും മൂന്നാണെന്നല്ല. മൂന്നും ഒരാൾ തന്നെയാണ്. അതാണ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഈ 3 പേരും ഒരാൾ പേഴ്സണാലിറ്റിയാണ്. പല ഭാവത്തിൽ വരുന്നു, പല റീസൺസിന്. ഇനി എന്തെങ്കിലും ഡൗട്ട്? ഹരേ കൃഷ്ണ. മതി ഇത്തിരി കടുപ്പാന്ന് പറയാ മനസ്സിലാക്കാനേ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൃഷ്ണനെ കുറിച്ചാണ്. മനസ്സിലാവില്ല, പരബ്രഹ്മല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കടുപ്പം തന്നെയാണ്. നമുക്ക് അതിലെ ഇത്രയും സമയമെടുത്ത് ചെറുതായിട്ട് പറയാൻ സെക്ഷൻ പറയുമ്പോഴും അതും കടുപ്പം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിർത്തി ഞാൻ ചോദിക്കുന്നത്. ആൾക്കാർ ഉറങ്ങാനല്ല, നമുക്ക് കിട്ടുന്ന അവസരം, നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. പിന്നെ എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ വേറെ ഇതിനെക്കാട്ടി നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആരെങ്കിലും ഞാൻ കണക്ട് ചെയ്ത് വിടുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി വൈകുണ്ഠധാമം, അതായത് നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ സ്റ്റെയർ. 3 ധാമം ഉണ്ടെന്ന് ഒന്ന് ദേവീധാമം, 4 ധാമം പറയാം. ദേവീധാമം, മഹേശധാമം, ഹരിധാമം, ഗോലോക വൃന്ദാവനം. ഇങ്ങനെ 4 ലെവൽസ് ഉണ്ടെന്ന് നോക്കിയാൽ, 4 സ്റ്റെയർസ് ഉണ്ടെന്ന് നോക്കിയാൽ. ഇതിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെയറിനെ കുറിച്ച്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഹരിധാമം അല്ലെങ്കിൽ വൈകുണ്ഠത്തെ കുറിച്ചാണ്. അപ്പൊ വൈകുണ്ഠത്തെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വളരെയധികം നല്ല വർണ്ണന നമുക്ക് കാണാം. അവിടെ എല്ലാവരും ഭഗവാന്റെ പാർഷദന്മാരെല്ലാവരും ഭഗവാനെ പോലെ തന്നെ ഇരിക്കുന്നവരാണ്. സാലോക്യം അല്ലെങ്കിൽ സാരൂപ്യം, ഇതെല്ലാം ആ ഒരു രീതിയിലുള്ള മോക്ഷം കിട്ടി വരുന്ന ആൾക്കാരാണ്. പിന്നെ സാമീപ്യവും ഉണ്ട്, സാഷ്ടിയും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പറയാം. അപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ രൂപം
അതേപോലെ തന്നെയായിരിക്കും അവിടെയുള്ള വസിക്കുന്ന ആൾക്കാർക്ക് 4 കൈകളാണ്. അവിടെ പറയുന്നത് വൈകുണ്ഠവാസികൾക്ക് അതിസുന്ദരിമാരായിട്ടുള്ള പത്നിമാരുണ്ട്. ശ്രീ മഹാലക്ഷ്മിയെ പോലെ തന്നെ സൗന്ദര്യവതികളാണ് സ്വന്തം പത്നിമാര്. എന്നാൽ പോലും ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യയുടെ അടുത്ത് പോലും ഒരു സെക്ഷൽ ഡിസയറും ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ഒരു വിചാരമേ ഉള്ളൂ, ശ്രീ ഹരിയെ സേവിക്കുക. അത് നമുക്ക് ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരാൾ പോലും ഭഗവാന് വിമുഖനായിട്ട് നിൽക്കുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് നോക്കൂ, ഭഗവാനെ എങ്ങനെ സേവ ചെയ്യാം, ഭഗവാന്റെ നെക്സ്റ്റ് ഓർഡർ എന്താണ് എന്ന് വളരെ വിനീതമായിട്ട് ദാസ്യഭാവത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഭഗവാന്റെ ഐശ്വര്യം പൂർണ്ണതയിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് പൂർണ്ണതയിൽ കാണാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാൻ കാരണം, ഐശ്വര്യം പൂർണ്ണമായിട്ടുള്ളത് ഗോലോകത്തിലാണെങ്കിലും അവിടെ അത് പ്രകടമല്ല. ഇവിടെ വൈകുണ്ഠധാമത്തിൽ ഐശ്വര്യമാണ് ഉള്ളത്, അതുകൊണ്ട് ഐശ്വര്യം പൂർണ്ണമായിട്ടും പ്രകടമാകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഭഗവാന്റെ ധാമത്തിലോട്ട് ഭഗവാനെ എങ്ങനെ സേവ ചെയ്യാം, ഭഗവാന്റെ നെക്സ്റ്റ് ഓർഡർ എന്താണ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്മിമാര്, സഹസ്ര ലക്ഷ്മിമാര് സഹസംഭ്രമത്തോടെ, ബ്രഹ്മസംഹിതയിലും പറയുന്നത് സഹസംഭ്രമത്തോടെ സേവ ചെയ്യുക. ഉദാഹരണത്തിന് ചൂല് എടുത്ത് തൂക്കുന്നു, ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വൈഷ്ണവൻ ചോദിച്ചത്, വൈകുണ്ഠത്തിൽ അതിന് പൊടിയുണ്ടോ തൂക്കാൻ എന്നാണ് ചോദിച്ചത്. അപ്പം അതിന് ആചാര്യം പറഞ്ഞത്, പൊടി ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആൾക്കാർ സേവ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഭഗവാൻ ലക്ഷ്മിക്ക് ഞാൻ സേവ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ കാണുമല്ലോ, ഭഗവാൻ കാണണം ഞാൻ സേവ ചെയ്യുന്നത്, ഭഗവാനെ പ്രീതിയാവണം എന്നുള്ള ഒരു മനസ്സോട് മാത്രമേ സേവ ചെയ്യുന്നുള്ളൂ വൈകുണ്ഠത്തിൽ. ഇതാണ് വൈകുണ്ഠധാമം. ഓക്കെ, ഹരിധാമം എന്ന് പറയുന്നത് അതും ഇതേപോലെ ഗോലോകത്തെ പോലെ തന്നെ ശ്രീയന്ത്രത്തെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇതില് നോക്കിക്കഴിഞ്ഞാൽ പല മഞ്ഞ ഡോട്ട്സ് കാണാം. ഇതെല്ലാം കാണിക്കുന്നത് ഭഗവാന്റെ അനന്തകോടിയുമായിട്ടുള്ള എക്സ്പാൻഷൻസ് ആണ്. ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗായത്രി മന്ത്രം എഴുതിയിട്ടുണ്ട്. ഈ ഹെക്സഗണിനകത്താണ് എഴുതിയേക്കുന്നത്. ഹെക്സഗൺ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മേലോട്ടും താഴോട്ടും വെച്ചേക്കുകയാണ്. അതാണ് സ്റ്റാർ ഷേപ്പ് ഇവിടെ കാണുന്നത്, വൈറ്റ് ആയിട്ട് കാണുന്നത്. ഈ ട്രയാങ്കിളിനകത്ത് ഹെക്സഗൺ ഷേപ്പ് വന്നേക്കുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഇത് ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയണത്, ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ എഴുതി വെച്ചേക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ ആക്ച്വലി നമുക്ക് മന്ത്രവും തന്ത്രവും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടിക്കലർന്നാണ് കിടക്കുന്നത്. അപ്പൊ ഒരു കാര്യം, ഇപ്പം ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ അതിന് ഒരു യന്ത്രമുണ്ട്. അപ്പൊ ആ യന്ത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഗായത്രി മന്ത്രത്തിന്റെ യന്ത്രം, അതേപോലെ ശ്രീയന്ത്രം, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിലോട്ട് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ചേർന്നതാണ് ഈ വൈകുണ്ഠം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനം. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ ഇതുകൊണ്ടാണ് നമ്മൾ മന്ത്രത്തിലൂടെ ആയാലും തന്ത്രത്തിലൂടെ ആയാലും യന്ത്രത്തിലൂടെ ആയാലും നമ്മൾ ഉപാസിക്കുന്നത് ഗോലോകധാമത്തെ ആണെങ്കിൽ അപ്പൊ അതനുസരിച്ചുള്ള മന്ത്രം തന്ത്രം ഇതെല്ലാം ചെയ്യണം. ഈ വൈകുണ്ഠത്തെ ആണെങ്കിൽ അതനുസരിച്ചുള്ള മന്ത്രവും തന്ത്രവും ചെയ്യാം. പക്ഷെ ഇതിലോട്ട് നമ്മൾ പോകുന്നതിന് പകരം ഇത്രയും നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനുള്ള കഴിവില്ല. ഒന്ന്, സമയമില്ല. 2, നമുക്ക് മനസ്സില്ല. 3, അപ്പൊ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ഇത് ഇപ്പം ഈ PPT ഇത് കാണിക്കുന്നതിന്റെ അർത്ഥം, ഈ മന്ത്രവും തന്ത്രവും യന്ത്രവും എന്ന് പറഞ്ഞ ആൾക്കാർ കൺഫ്യൂസ് ചെയ്ത് നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിന് നമ്മൾ അടിമയായി പോകരുത്. നമ്മളുടെ പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ ഗോലോകത്ത് എത്താൻ പറ്റും. അപ്പൊ അത് മന്ത്രസിദ്ധിയിലൂടെ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് ചെയ്താൽ മാത്രം മതി. അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗോലോകധാമം നമ്മുടെ മനസ്സിൽ വിളങ്ങും. അപ്പൊ അത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഏതൊരു വ്യക്തിയാണോ അത് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ചെയ്യുന്നത്, ആ വ്യക്തിക്ക് അവിടെ എത്തും. ഇപ്പൊ ഇതിനിടയിൽ ഈ ഗോലോകത്തെ കുറിച്ച് പറയുമ്പം അടുത്ത ധാമത്തെ വരുമ്പം
വൈകുണ്ഠത്തെക്കുറിച്ച് നമ്മൾ പറയും. അതിനർത്ഥം വൈകുണ്ഠത്തിൽ പോകാൻ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നല്ല, നമ്മൾ ശാസ്ത്രത്തിലുള്ളത് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പം 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. നിത്യ പാർഷദന്മാരാണ് ഇവിടെ. നിത്യ പാർഷദന്മാരുണ്ട്, മുക്തന്മാരുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമുക്ക് ജീവാത്മാക്കളെ കുറിച്ച് കുറച്ചും പറയാം. ജീവാത്മാക്കളെ മെയിൻലി 3 തരത്തിലുള്ള കാര്യം. ജീവാത്മാവ് തന്നെ 3 തരത്തിലുണ്ടെന്ന് പറയാം. ഒന്ന് നിത്യബദ്ധന്മാര്, 2 നിത്യമുക്തന്മാര്. സോറി, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നിത്യബദ്ധന്മാര്, നിത്യമുക്തന്മാര്. ഈ നിത്യമുക്തന്മാരിലെ പിന്നെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനാണ് പാർഷദന്മാർ. പാർഷദന്മാർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിത്യമായിട്ട് ഭഗവാന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ. അവരൊരു രീതിയിലും വേറെ ഒന്നും ചെയ്യത്തില്ല. ഉദാഹരണത്തിന് ഗരുഡൻ, വിശ്വക്സേനൻ, ഇവരൊക്കെ ഭൂമാത, അതുപോലെ ലീലമാത, ഇവരെല്ലാം ശ്രീലക്ഷ്മി, ഇവരെല്ലാം ഭഗവാന്റെ പാർഷദന്മാര്, നിത്യ പാർഷദന്മാരാണ്. ഇത് ഞാൻ പറയുന്നത് നിത്യമുക്തന്മാരെ കുറിച്ചാണ്. പിന്നെ ഉള്ളത് നിത്യമുക്തന്മാരുണ്ട്. നിത്യമുക്തന്മാരെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഭൗതിക ലോകത്ത് വന്നിട്ടില്ല, ഈ ലോകത്തോട്ട് വന്നിട്ടില്ല. നിത്യമുക്തന്മാർ. പിന്നെ പ്രഭു പറഞ്ഞത് ഈ പാർഷദന്മാരും ഗരുഡൻ ഇതൊക്കെ പറഞ്ഞത് നിത്യമുക്തന്മാരല്ലേ? അവര് ഓക്കെ, നിത്യമുക്തന്മാരും പാർഷദന്മാരുമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നിത്യമുക്തന്മാരെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഇവിടെ വന്നിട്ടില്ല. അതിനർത്ഥം ചില ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണല്ലോ. അവരെയാണ് നിത്യബദ്ധന്മാരെന്ന് പറയുന്നത്. ഓക്കെ, പാർഷദന്മാരെന്ന് പറയുന്നത് നമ്മളെക്കാട്ടിലും അവര് സാധാരണ, ഇപ്പം ഒരു സിറ്റി എടുത്താൽ, ഞാൻ ഒരു ട്രിവാൻഡ്രം സിറ്റി എടുക്കുക. ട്രിവാൻഡ്രം സിറ്റി തന്നെ എല്ലാവരും മനുഷ്യരാണ്. അവിടെ തന്നെ മനുഷ്യരിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ചിലരാണെങ്കിൽ ഭരിക്കുന്ന ആൾക്കാരാണ്, ഭരണവർഗം എന്ന് പറയും. അവര് സാധാരണ ജനങ്ങളെ സേവിക്കേണ്ട ആൾക്കാരാണ്, ഭരിക്കേണ്ട ആൾക്കാരാണ്. എന്താ നടക്കുന്നത് വേറെ, അത് വേറെ. പക്ഷെ അവർക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സാധാരണ ആൾക്കാർക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെയാണ് നിത്യമുക്തന്മാരിൽ 2 ക്ലാസിഫിക്കേഷൻ വന്നത്. സാധാരണയുള്ള മുക്തന്മാര്, പാർഷദന്മാര്. പാർഷദന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ കൂടെ പാർഷദന്മാരായിട്ട് നിൽക്കും. ഗോലോകത്ത് ചെന്നാൽ തന്നെ നമ്മൾ ട്രിവാൻഡ്രം സിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭരിക്കുന്ന ഒരു വർഗം ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് അത് പാർഷദന്മാരെന്ന് പറയുന്നത്. സാധാരണ സിറ്റിസൻസ് ആണ് നിത്യമുക്തന്മാര്. ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നിത്യമുക്തന്മാര് അപ്പൊ ഇതിൽ തന്നെ 2 ആയി കഴിഞ്ഞു. ഇനിയുള്ളത് നിത്യബദ്ധന്മാരാണ്. നിത്യബദ്ധന്മാർ ആരാണ് നിത്യബദ്ധന്മാര്? എനിക്ക് ഈ നിത്യബദ്ധന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ പ്രഭു? നമ്മൾ തന്നെയാണ്. ഏറ്റവും നല്ല നെഞ്ചെന്ന് വിരിച്ച് തന്നെ പറയാം, നമ്മളാണ് നിത്യബദ്ധന്മാരെന്ന് പറയാം. കാരണം ഇനി ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നിത്യബദ്ധന്മാരെന്ന് പറഞ്ഞാൽ എറ്റേണലി ബൗണ്ട് എന്നാണ് അർത്ഥം ഇംഗ്ലീഷിൽ വരുന്നത്. അതിനർത്ഥം നിത്യമായിട്ട് ബദ്ധരാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് രക്ഷയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഹോപ്പ് ഉള്ളത്, ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ ആശയമുള്ളത്. നിത്യബദ്ധന്മാരെന്ന അർത്ഥം എറ്റേണലി ഡൂംഡ്, അല്ലെങ്കിൽ എറ്റേണലി നമ്മളെ അടുത്ത് ഇവിടെ ശപിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നല്ല. എറ്റേണിറ്റി എന്ന ഒരു നിത്യം എന്ന് പറയുന്ന ഒരു ആ വേർഡിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് എന്നാണ് നമ്മൾ ഇവിടെ വന്നത്, ഈ ഭൗതിക ലോകത്ത് വന്നത് എന്ന് നമുക്ക് അറിയില്ല, നിശ്ചയമില്ല. കാരണം അത്രത്തോളം കാലം നമ്മൾ ഇവിടെ കഴിയുകയാണ്. അങ്ങനെ അചിന്ത്യമായിട്ടുള്ള കാലത്തോളം നമ്മൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് നമ്മൾ നിത്യബദ്ധന്മാരാണെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേരെ പ്രഭു. ഓക്കെ, പറഞ്ഞേരെ. വേറെ രീതി പറയാം. നമ്മള് ഇപ്പം ജനിച്ചു, ഇന്ത്യയിൽ ജനിച്ചു. ഇപ്പൊ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര നാളായി ഇന്ത്യയിൽ ജീവിച്ചിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരാള്, ഞാൻ പറയുന്ന ആള് ഇന്ത്യയിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, അയാൾ വെളിയിൽ പോയിട്ടേ ഇല്ല, ഫോറിൻ കൺട്രി പോയിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത്
എത്ര കാലം ഇന്ത്യയിൽ ജീവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ ഞാൻ ഇന്ത്യയിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്, അയാൾക്ക് ജനിച്ചത് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ജനിച്ച ഇന്ന സമയത്താണെന്ന് ഓർമ്മയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ആൾക്കാർക്ക് മാക്സിമം ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ നോക്കി. അപ്പം 100-നകത്തുള്ള ഒരു സംഖ്യ പറയും. ഇനി നമ്മൾ ചിരഞ്ജീവിയാണെന്ന് വെക്കുക. നമ്മൾ തന്നെ ഒരു ചിരഞ്ജീവിയാണ്, അഷ്ടചിരഞ്ജീവിയിലെ ഒരാളാണെന്ന് വെക്കുക. ഇപ്പൊ ജാമ്പവാനാണെന്ന് വെക്കുക. നമ്മൾ ജാമ്പവാന്റെ അടുത്ത് ചോദിക്കുക, നമ്മൾ ഭൂമിയിൽ പുള്ളിക്കാരൻ വേറെ ഫോറിനിലൊന്നും പോയിട്ടില്ല, ഇന്ത്യയിൽ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് വെക്കുക. അങ്ങനെ ഒരു ജാമ്പവാന്, ഒരു ഇമാജിനറി ജാമ്പവാൻ, പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എത്ര നാളം ഇന്ത്യയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഓർമ്മ പോലും കാണത്തില്ല, എന്നാണ് ജനിച്ചതെന്നുള്ളത് ഓർമ്മ പോലും കാണത്തില്ല. നമുക്ക് ജനിച്ചത് ഇന്ന സമയത്താണെന്ന് ഓർമ്മയുണ്ട്, കാരണം അതിന് ഡോക്യുമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അച്ഛനമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ജാമ്പവാന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർ പറയും എത്രയോ യുഗങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജനിച്ചത് എന്ന് പറയും. ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് വന്നത് എനിക്ക് അത് അന്ന് സൃഷ്ടിയുടെ തുടക്കത്തിലാണെന്ന് ചോദിക്കും. അപ്പം പുള്ളിക്കാരനും ഒരു പറയാൻ പറ്റും, സൃഷ്ടി എന്ന് പറയാൻ പറ്റും. ഇനി കുറച്ചുകൂടെയും അപ്പൊ ഈ ഇപ്പം നമ്മൾ ഈ ബ്രഹ്മാവിന്റെ സൃഷ്ടി ഇത്രയും വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ജീവാത്മാവ് നോക്കി കഴിഞ്ഞാൽ എത്ര മന്വന്തരങ്ങൾ കഴിഞ്ഞാണ്, എത്ര കൽപ്പങ്ങൾ, എത്ര യുഗങ്ങൾ കഴിഞ്ഞാണ്. അപ്പൊ അതിന്റെ എത്ര എണ്ണം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയും അതിനെ എണ്ണാൻ പറ്റത്തില്ല, അത്രയുണ്ട് എന്ന് പറയും. ഞാൻ നമ്മുടെ ഇന്റലിജൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 1,00,000, 1 കോടി അല്ലെങ്കിൽ 10 കോടി എന്നൊക്കെ പറയും. അതിനപ്പുറമൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയും അത് അനന്ത കോടി ആണെന്ന് പറയും. അതേപോലെ അപ്പൊ ആ സിറ്റുവേഷനെ അനന്തം എന്ന് പറയാം, ആ സിറ്റുവേഷനെ നിത്യം എന്ന് പറയാം, എറ്റേണൽ എന്ന് പറയാം. ഇതാണ് എറ്റേണലി ബൗണ്ട് എന്ന് പറയുന്നതിനർത്ഥം. അതായത് ഈ ജീവാത്മാവ്, നമ്മള് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതിൽ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് ജാമ്പവാൻ എന്ന് പറയുന്നതും ഒരു ജീവാത്മാവാണ്, ഒരു ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ആ ജീവാത്മാവ് തന്നെ പല പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, പല സമയത്ത്, പണ്ട് കാലങ്ങളിൽ. അപ്പൊ അങ്ങനെ എന്ന് ജനിച്ചു എന്ന് ഒരു ജീവാത്മാവിന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇവിടെ വന്നേക്കുന്ന ബ്രഹ്മാവ്, ഇപ്പൊ ഇരിക്കുന്ന ബ്രഹ്മാവ് ആദ്യത്തെ ബ്രഹ്മാവല്ല, പല പല ബ്രഹ്മാക്കന്മാര് വന്നിട്ട് പോയി കഴിഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥലത്ത് ജീവാത്മാവ് എന്ന് വന്നു എന്ന് ചിന്തിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഗണിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അനന്ത കോടി അല്ലെങ്കിൽ എറ്റേണലി ഇവിടെ തന്നെ ആയിരുന്നു എന്ന് പറയാം. അതാണ് അനന്തമായിട്ട് അല്ലെങ്കിൽ എറ്റേണലി ബൗണ്ട്, ശാശ്വതമായിട്ട് ബദ്ധരസ്ഥരാണ് നാം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ഇനി നിത്യമായിട്ട് ബദ്ധസ്ഥരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നാമം ജപിക്കണം. കറക്റ്റ്. നമ്മൾ ഇവിടെ നിന്ന് ബദ്ധസ്ഥരാണെന്ന് മനസ്സിലാവുമ്പം ഇവിടുന്ന് ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കണം. അതിനുള്ള ഒറ്റ വഴി നാമം ജപം മാത്രമേ ഉള്ളൂ, അതിനല്ലാതെ വേറെ വഴിയേ ഇല്ല. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ബുദ്ധിപൂർവം ആചാര്യന്മാര് പറഞ്ഞതനുസരിച്ച്, ആചാര്യന്മാര് പറയണ കേട്ട് കൂടുതല് നമ്മുടെ കുബുദ്ധി ഒന്നും ഊഹിക്കാതെ നമ്മൾ ആചാര്യന്റെ അടുത്ത് ശരണം പ്രാപിച്ച് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നിത്യബദ്ധാവസ്ഥയിൽ നിന്നും മുക്താവസ്ഥയിലോട്ട് മാറാം. അതാണ് വേറൊരു ക്ലാസ് ജീവാത്മാക്കൾ. അതായത് നിത്യബദ്ധാത്മാക്കൾ ക്ലിയർ ആണ്. നിത്യബദ്ധാത്മാക്കളിൽ നിന്നും നാമം ജപിച്ച് അല്ലെങ്കിൽ ഭഗവത് സേവ ചെയ്ത് അഹങ്കാരം മാറ്റി നിർമ്മലത്വം സ്വീകരിച്ച് വിനയം വന്ന് സ്വീകരിച്ച് എല്ലാ ആചാര്യോപാസനം ചെയ്ത് മുക്തരായിട്ട് ആത്മീയ ലോകത്ത് പോകുന്ന ആൾക്കാരെ മുക്ത ആത്മാക്കൾ എന്ന് പറയും. അപ്പം നിത്യബദ്ധാത്മാക്കള്, അവരിൽ നിന്നും വന്ന മുക്താത്മാക്കൾ. ഇത് രണ്ടാമത്തെ ക്ലാസ്. മനസ്സിലായല്ലോ? നിത്യബദ്ധാത്മാക്കൾ, മുക്താത്മ. ഈ മുക്താത്മാക്കള് ഒരു സമയത്ത് ഭൗതിക ലോകത്തായിരുന്നു, അതാണ് മുക്താത്മാക്കൾ. മുക്താത്മാക്കള് ഒരിക്കലും ഭൗതിക ലോകത്ത് വന്നിട്ടില്ല, അതാണ് മുക്താത്മാക്കളും നിത്യമുക്താത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. നിത്യമുക്താത്മാക്കളിലാണ് ഒരു ഭാഗമാണ് പാർഷദന്മാർ. ഓക്കെ, അപ്പൊ ഞാൻ തുടക്കം ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം.
ആത്മാക്കൾ എത്ര തരമുണ്ട്? ആദ്യത്തെ നിത്യബദ്ധാത്മാക്കള്, നമ്മളെ പോലുള്ള ആൾക്കാർ, അഹങ്കാരികള്. പിന്നെ വിനയം വന്ന് നല്ലതായിട്ട് മുക്താത്മാക്കളാവുന്നു. വേറൊരു ക്ലാസ് ഉള്ളത് നിത്യമുക്താത്മാക്കള്. അവര് ഭൗതിക ലോകത്ത് വന്നിട്ടേ ഇല്ല. നിത്യമുക്താത്മാക്കളിൽ പാർഷദന്മാരും ഉണ്ട്. ഒരു സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാനാണെങ്കിൽ, നിത്യബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ജീവിത പര്യന്തം ശിക്ഷിക്കപ്പെടുന്ന ജയിൽ പുള്ളികൾ. ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് റിലീസ് ആവുന്ന ജയിൽ പുള്ളികളെ നമുക്ക് അങ്ങനെ പറയാം, റിലീസായ ജയിൽ പുള്ളി എന്ന് പറയാം. അവരും സിറ്റിസൺ ആണ്, ഇന്ത്യയിലെ സിറ്റിസൺസ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ സിറ്റിസൺസ് തന്നെയാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നഗരവാസികളായി മാറുന്നു, ജയിലിൽ നിന്ന് റിലീസായ വന്ന ആൾക്കാർ. പക്ഷെ അവർ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷെ അതേസമയം വേറൊരു ക്ലാസ് ആൾക്കാരുണ്ട്, ട്രിവാൻഡ്രത്തെ നഗരവാസികൾ തന്നെ, ജയിൽ ഒരിക്കൽ പോലും കാണാത്തത് അല്ലെങ്കിൽ ജയിൽ ഉണ്ടെന്ന് പോലും അറിയാത്ത ആൾക്കാർ. അവരാണ് നിത്യമുക്താത്മാക്കൾ. ഈ ജയിലിൽ കാണാത്തവര്, ജയിലിൽ പോകാത്ത ആൾക്കാരിൽ കുറച്ച് പേര് ഭരണവർഗമുണ്ട്. അതാണ് പാർഷദന്മാർ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം ഇനി? ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. പ്രഭു, ഈ മുക്താത്മാക്കൾ എന്ന് പറഞ്ഞപ്പോ ഈ പ്രഭുപാദനെ പോലെ ആചാര്യന്മാര് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ അയച്ചിട്ടുള്ള ആൾക്കാര്, അവര് ഏത് ഇതിൽ പെടും? ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാര് അവര് നിത്യമുക്താത്മാക്കളാണെങ്കിലും ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് വരുന്ന ആൾക്കാരാണ്. അവരും മുക്താത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മുക്താത്മാക്കള് ഈ ഇവിടെ ഭൗതിക ലോകത്ത് വന്നത് അവരുടെ കർമ്മത്തിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടാണ്. ഈ നിത്യമുക്താത്മാക്കളും പാർഷദന്മാരും അവര് ഭൗതിക ലോകത്ത് വരുത്തില്ല എന്ന് പറഞ്ഞെങ്കിലും, നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലുള്ള ഒരു ബ്യൂട്ടിഫുൾ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് പറഞ്ഞാലും ചില എക്സെപ്ഷൻസ് ഉണ്ടെന്നാണ്. ആ എക്സെപ്ഷൻസ് റൂൾസ് അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതെല്ലാം റൂൾസ് ആണ്. ഇപ്പൊ മാതാജി ചോദിച്ചത് എക്സെപ്ഷൻസ് ആണ്. അപ്പൊ ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാന്റെ പാർഷദന്മാരെ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഭൗതിക ലോകത്തോട്ട് വിടും. അങ്ങനെ വിടുമ്പോൾ അവർ ഒരിക്കലും കർമ്മത്തിന് അധീനതയായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും വന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അവർ വരുന്നുണ്ടെങ്കിലും അവർ കർമ്മത്തിന് അധീനരല്ല. അവർ വരുന്നത് തന്നെ ഭഗവാന്റെ സേവയ്ക്കാണ്, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ്, ഭഗവാന്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിത്യബദ്ധാത്മാക്കളെ അവിടെ നിന്നും കരകയറ്റി ഭൗതിക ലോകത്ത് നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വിടുന്ന സേനാപതികൾ അല്ലെങ്കിൽ സേവിയേഴ്സ് ആണ് ഇവര്. അവര് എന്തുകൊണ്ട് അവര് നിത്യമുക്താത്മാക്കളായിട്ട് നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയില്, ഇവിടെ വൈകുണ്ഠധാമത്തിൽ കാണിച്ച ഫോട്ടോയിൽ ഞാൻ പറഞ്ഞു, എല്ലാവരും ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മള് ഒന്ന് ആലോചിക്കുക, നമ്മള് ഗുരുവിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, രണ്ട് കൈയും തൊഴുത് ഇതുപോലെ നമ്മള് വിനയഭാവത്തില് വിനയം നടിച്ച് നമ്മൾ ഗുരുവിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഗുരു പറയുകയാണ്, എടാ പോയി ഈ ഒരു ആക്ടിവിറ്റി ചെയ്യും, പോയി പാത്രം കഴുകുന്നു. അപ്പോൾ ഉടനെ നമ്മൾ പറയും, നമ്മളെന്ത് പറയും? മഹാരാജ്, ഞാൻ ചെയ്തതിനെയും എൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, കൈ മുറിഞ്ഞിരിക്കുന്ന കാരണം ബാൻഡേഡ് ഇട്ടിരിക്കുകയാണ്, ഞാൻ പാത്രം കഴുകിയ വെള്ളം വീണ് അത് പുഴുക്കും അല്ലെങ്കിൽ പഴുക്കും, അതുകൊണ്ട് എനിക്ക് ആ സേവ ഒഴികെ ബാക്കി ഏതെങ്കിലും സേവ ചെയ്യാമോ? ശരി. അപ്പൊ മഹാരാജ് പറയും, ശരി, പോയി ചൂലെടുത്ത് തൂക്കാൻ പറയും. അപ്പൊ അമ്പലം വൃത്തിയാക്കാൻ പറയും. പറയും നമ്മൾ ചെയ്തിട്ട് അല്ലെങ്കിൽ പോയി പോകുന്നതായിട്ട്, കാരണം ഒരു പ്രാവശ്യം നോ പറഞ്ഞ കാരണം നമ്മൾ പോകുന്നതായിട്ട് ചെയ്യുന്നതിനിടയിൽ പിന്നെ വന്നിട്ട് തിരിച്ച് മഹാരാജന്റെ അടുത്ത് പറയും, മഹാരാജ് ആക്ച്വലി എനിക്ക് നടുവേന എടുക്കുന്നു, നടുവ് കുനിഞ്ഞൊന്നും തൂക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും സേവയുണ്ട്. ഇതാണ് നമ്മുടെ ചിന്താഗതി. അതായത് നമ്മള് വിനയഭാവത്തിൽ മഹാരാജന്റെ ഫ്രണ്ടിൽ നിന്നാലും അല്ലെങ്കിൽ ഭഗവാന്റെ ഫ്രണ്ടിൽ നിന്നാലും നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഹരേ കൃഷ്ണ ജപിക്കുമ്പോൾ നമ്മൾ പറയും, ഹരേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, അല്ലയോ ദേവി രാധാറാണി, എന്നെ ഭഗവാന്റെ സേവയിൽ ഏർപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കൃഷ്ണന്റെ സേവ വരുമ്പോൾ നമ്മൾ ഉടനെ
ഫ്ലിക്ക് അടിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോളിൽ കാണിക്കുന്ന പോലെ പാസ് അടിക്കും. എന്നെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ആ സേവ ചെയ്യുന്ന ഇന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ചെയ്യുന്നതിനേക്കാൾ എന്നൊരു ഒരു ന്യായീകരണമുണ്ട്. ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് കൃഷ്ണന്റെ സേവ ഇന്നയാൾ ചെയ്യും അത് എന്ന് പറഞ്ഞ് നമ്മൾ പാസ് ചെയ്യും. ഇതാണ് നമ്മുടെ മെന്റാലിറ്റി. എന്നാൽ നിത്യമുക്തന്മാർക്ക് അവരങ്ങനെ അല്ല. അവര് ഭഗവാന്റെ സേവ എത്ര ബുദ്ധിമുട്ടിലുള്ളതാണ്. ഭഗവാൻ അവരുടെ അടുത്ത് പറയുകയാണ് നരകത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞാൽ പോലും അവരതിനും റെഡിയാണ്. അപ്പോൾ പിന്നെ ഭൗതിക ലോകത്ത് വന്നിട്ട് ഭൗതിക ലോകത്തുള്ള ജീവാത്മാക്കളെ രക്ഷിച്ചുകൊണ്ട് വരിക എന്നുള്ള ദൗത്യം തരുമ്പം അവര് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ സ്വീകരിച്ച് അവർ ഭൗതിക ലോകത്ത് വന്നാലും അവർ ഭഗവാന്റെ പാർഷദന്മാരുമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. നിത്യപാർഷദന്മാരായിട്ട് യാതൊരു വ്യത്യാസമില്ല. അപ്പോഴും അവർ ഭഗവാനെ സേവിക്കുകയാണ്, വൈകുണ്ഠത്തിലും അവർ ഭഗവാനെ സേവിക്കുകയാണ്. അതുകൊണ്ട് വെർച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭൗതിക ലോകത്താണെങ്കിലും ഭൗതിക ലോകത്തല്ല. ഹരേ കൃഷ്ണ. മനസ്സിലായോ മാതാജി? ഹരേ കൃഷ്ണ. അപ്പൊ പാർഷദന്മാരായിട്ട് എന്താ വ്യത്യാസം? പാർഷദന്മാര് അവരെപ്പോഴും ഭഗവാന്റെ സേവ ചെയ്യുന്ന ആൾക്കാരാണ്. ഭഗവാന്റെ ഒപ്പം വരും അല്ലെ? എന്തായാലും ഭഗവാൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെ എല്ലാം അവർ കാണും. അവർ പ്രത്യേകിച്ച് അവരുടെ അടുത്ത് പറയണ്ട എടാ അവിടെ പോയി ജനിക്കുക എന്ന് പറയണ്ട. ഭഗവാൻ വരുമ്പോ ഭഗവാന്റെ, അതാണ് കൃഷ്ണനായിട്ട് വരുമ്പോഴും ആയാലും രാമനായിട്ട് വരുമ്പോഴായാലും എല്ലാം പാരഫെനിലിയും കൃഷ്ണന്റെ കൂടെ വരും, അല്ലെങ്കിൽ രാമന്റെ കൂടെ വരുന്നുണ്ട്. കൃഷ്ണൻ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു വരുമ്പോഴും ഭഗവാന്റെ എല്ലാ പാരഫെനിലിയും ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ വന്നു. അല്ല, കൃഷ്ണൻ ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല. അതാണ് പാർഷദന്മാരുടെ വ്യത്യാസം. ഇനി പാർഷദന്മാരെ ഭഗവാൻ വിടാനുണ്ട്, പല പ്രാവശ്യം വിട്ടിട്ടുണ്ട്. ആൾവാർസായിട്ടും പല പല വൈഷ്ണവരായിട്ടും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റൂൾസിലെ എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ ആ എക്സെപ്ഷൻസ് റൂൾ അല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതെല്ലാം ഹരേ കൃഷ്ണ. ഒരു സംശയം പ്രഭുജി. അപ്പൊ ജാമ്പവാനൊക്കെ എന്തുകൊണ്ട് നിത്യബദ്ധാത്മാവായി ഓടിയിട്ടിരിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് അത് വല്ല ശിക്ഷയാണോ? ഇല്ല മാതാജി, നമ്മൾക്ക് അവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ ലെവലിലാണ് അവർ. ഒന്നാലോചിച്ച് ശ്രീരാമന്റെ സേവ ചെയ്യാൻ വാമനമൂർത്തിയായിട്ട് നിൽക്കുമ്പം വാമനമൂർത്തിയുടെ ചുറ്റിനും 27 തവണ കണ്ട് ചുറ്റി വരാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അത്രയും. അതുപോലെ കൃഷ്ണൻ തന്റെ ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടി കൃഷ്ണൻ സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ വന്ന് വഴക്കിടുന്നു, അടി ഉണ്ടാക്കുന്നു. ഒന്നാലോചിക്കുക, അച്ഛൻ മോന്റെ അടുത്ത് ഗുസ്തി ഇടുന്നതിന് പോലെ ശ്രീകൃഷ്ണൻ വന്ന് ജാമ്പവന്റെ അടുത്ത് യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള അത്രയും ഹൈ ലെവലിലുള്ള ഒരു വ്യക്തിയുടെ നമുക്ക് നിത്യബദ്ധനാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. അതും പുള്ളിക്കാരന്റെ ഇച്ഛയനുസരിച്ച് പുള്ളിക്കാരൻ സേവ ചെയ്യുകയാണ് ചെയ്യുന്നത്, കൃഷ്ണന്റെ സേവ. ജീവാത്മാവിന് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, ഇത് ഇനി അടുത്ത വരുന്ന സെഷൻസിൽ പറയേണ്ടതാണ്, ഇപ്പോഴേ പറയുകയാണ്. ജീവാത്മാവിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കൃഷ്ണൻ ആക്ച്വലി ഓവർ ടൈം ചെയ്യുകയാണ്. നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടല്ലേ വിഷ്ണുവിനെ മൂർത്തി എങ്ങനെയാ കണ്ടിട്ടുള്ളത്? സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കിടക്കുന്നതും ഉറങ്ങുന്നതും. ശ്രീരംഗത്തായാലും പത്മനാഭനായാലും ആദിവേശ്വരമായാലും എല്ലാം ഇനി ഉറങ്ങുന്നതാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും സ്ലീപ്പിംഗ് ഗോഡാണ്. അപ്പൊ ഭഗവാന്റെ നമ്മൾ സാധാരണ ഒന്നും അറിയാത്ത ആൾക്കാർ പറയും, ഓ ഭഗവാനായ എളുപ്പമാണ്, കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറയും. പക്ഷെ അത് ഉറക്കമല്ല, യോഗനിദ്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ യോഗനിദ്രയിൽ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് ആർക്കെങ്കിലും അറിയോ? ഭഗവാൻ ധ്യാനിക്കുകയാണ്. ഭഗവാന് ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അവിടെ ശ്രീപത്മനാഭ സ്വാമി ഇങ്ങനെ ഉറങ്ങുകയാണ്. യോഗനിദ്ര, ഉറക്കമല്ല, യോഗനിദ്ര എന്ന് പറയും. അപ്പൊ യോഗനിദ്ര എന്ന് പറയുമ്പോ നിദ്ര എന്നല്ല പറയണ, യോഗനിദ്ര, ധ്യാനിക്കുകയാണെന്ന് പറയുന്നത്. ധ്യാനം എന്തോന്ന്? ഭഗവാന് ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എന്താ ചെയ്യുന്നത് അവിടെ? യോഗനിദ്രയിൽ എന്താണ്? ഭക്തന്മാരെ കുറിച്ച് ഓർക്കുകയാണോ പ്രഭു? എല്ലാരെയും കുറിച്ച് ഓർക്കുകയാണ്. അടുത്തെത്തി. അതായത് നമ്മളെപ്പോലുള്ള അഹങ്കാരികളായിട്ടുള്ള ജീവാത്മാക്കളെ, അതായത് അഹങ്കാരികൾ എന്ന് പറയാൻ കാരണം ഭഗവാനെ വിമുഖനായിട്ട് നിൽക്കുന്ന ജീവാത്മാക്കളെ അവരുടെ ആഗ്രഹങ്ങള്
പൂർത്തീകരിക്കാനുള്ള വഴിയാണ് കൃഷ്ണൻ ആലോചിക്കുന്നത്. യോഗനിദ്രയിൽ നടന്നു ഓരോ ജീവാത്മാവിന്റെയും ആഗ്രഹം എന്താണോ അത് പൂർത്തീകരിക്കുക. അതാണ് കാരണവശായി വിഷ്ണു ആലോചിക്കുന്നത് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച്. ഗർഭോദശായി വിഷ്ണു ആലോചിക്കുന്നത് ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആരാണ് ഭഗവാന് ശല്യം കൊടുക്കുന്നത്, ഡിസ്റ്റർബൻസ് കൊടുക്കുന്നത്, ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നത്? ആരാണ്? അഹങ്കാരികള്. അഹങ്കാരികളല്ല, അത് നമ്മള്. അത് ക്ലിയർ ആയിരിക്കണം. നമ്മളാണ് അഹങ്കാരികൾ, വേറെ ആരുമല്ല. നമ്മൾ തന്നെയാണ് ഭഗവാന് ഇത്രയും പെയിൻ കൊടുക്കുന്നത്, ഇത്രയും ഓവർ ടൈം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ദയുണ്ടായി പാവം ഭഗവാന് കുറച്ച് വിശ്രമം കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മൾ സ്വയം ഈ ലോകത്ത് നിന്നും മാറി വൈകുണ്ഠത്തിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ കാരണവശായി വിഷ്ണുവിന് ഒരു ജീവാത്മാവിനെ കുറച്ച് ചിന്തിച്ചാൽ മതി. അത്രയെങ്കിലും നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റണേ എന്നുള്ള ഒരു വിനയം ഭാവം നമുക്ക് വരണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത ഇത്രയും പേരിൽ ആ ഒരു ചിന്ത വരികയാണെങ്കിൽ ഈ ക്ലാസ് സക്സസ് ആണെന്ന് പറയാം. ഉറപ്പായിട്ടും വരും പ്രഭുജി. ഹരേ കൃഷ്ണ. ആ ചിന്തയേ ഉള്ളു പ്രഭു. ശരിയാവുന്നുണ്ടോന്ന് അറിയില്ല, ചിന്തയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അപ്പം ഞാന് വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. ഇന്ന് എന്തെങ്കിലും പോയിന്റ് സമയമില്ലാതാണ്. ജാംബോന്റെ പറഞ്ഞില്ലേ പ്രഭു? മാതാജി, ഞാനതാ പറഞ്ഞ ജാംബവാന്റെ എന്ന് പറയുന്നത് പുള്ളിക്കാരനെ നിത്യബദ്ധനല്ല, നിത്യബദ്ധനായിട്ട് നിൽക്കണം എന്ന് പുള്ളിക്കാരൻ തന്നെ വിചാരിച്ചേക്കുന്നതാണ്. പുള്ളിക്കാരന് കിട്ടിയ വരമനുസരിച്ച് ഇത്രയും നിൽക്കുന്നു. പക്ഷെ അവസാനം കൃഷ്ണന്റെ അടുത്ത് എത്തിയപ്പം, കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പം കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞത് എന്താണ്? എനിക്ക് വേണ്ട, നിത്യമായിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യണ്ട, എനിക്ക് മതി എന്നാണ് പറഞ്ഞത്. എന്താ പറയാ, ഹനുമാൻ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ട, എനിക്കിനി വേണ്ട, ചിരഞ്ജീവി ആവേണ്ട, ചിരഞ്ജീവിത്വം മതി എന്ന് പറഞ്ഞ് ജാംബവാൻ സ്വയം സ്വീകരിച്ചു. അത് ജാംബവാൻ എന്തുകൊണ്ട് അത് സ്വീകരിച്ചു എന്ന് വെച്ചാൽ ഓരോ നിമിഷവും ഭഗവാന്റെ സേവയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല പുള്ളിക്കാരൻ ജീവിക്കുന്നത്. പുള്ളിക്കാരന്റെ ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അപ്പൊ ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് പോലെ പ്രഭുപാദരെ പോലുള്ള ആൾക്കാര് അവരെല്ലാം നിത്യമുക്തന്മാർ ഇവിടെ വരുമ്പോഴും ഭഗവാനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭൗതിക ലോകത്തും ഭഗവാനെ സേവിക്കുന്നു, ആത്മീയ ലോകത്തും ഭഗവാനെ സേവിക്കുന്നു. അവർക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അതിനെ ബൃഹത് ഭാഗവതാമൃതത്തിലെ ഗോപകുമാരൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴാണ് ഗോലോക വൃന്ദാവനത്തിൽ നിൽക്കുന്നതെന്നും ഭൗമ വൃന്ദാവനത്തിൽ നിൽക്കുന്നതെന്നും എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഞാൻ രണ്ടിടത്തും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. കീർത്തനം ചെയ്ത് ഞാൻ ചിലപ്പം ഭൗമ വൃന്ദാവനത്തിൽ എത്തും, എനിക്കറിയത്തില്ല, ഞാൻ അറിയുന്നില്ല വ്യത്യാസം. കാരണം എനിക്ക് ഭൗമ വൃന്ദാവനവും ഗോലോക വൃന്ദാവനവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നാണ് അവിടെ ഗോപകുമാരൻ പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നിത്യമുക്തന്മാരെല്ലാവരും ഭൗതിക ലോകത്താണെങ്കിലും അവര് മാനസികമായിട്ട് അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസ്നെസ് അനുസരിച്ച് അവര് ആത്മീയ ലോകത്താണ്. അതുകൊണ്ട് നമ്മൾക്ക് തോന്നും ജാംബവാൻ ഇവിടെ കഷ്ടപ്പെടുകയാണ്. പക്ഷെ ജാംബവാന്റെ കോൺഷ്യസ്നെസ്സിൽ അത് കഷ്ടപ്പാടല്ല, ഭഗവാന്റെ ധാമത്തിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അതാണ് വ്യത്യാസം. അത് കോൺഷ്യസ്നെസ്സിലുള്ള വ്യത്യാസമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു, എനിക്കൊരു സംശയം. ഹരേ കൃഷ്ണ. പ്രഭു. അല്ല, ഈ രാവണൻ പാർശ്വതനായിരുന്നോ? ആയിരുന്നു. പാർശ്വത വെച്ചാൽ ഗേറ്റ് കീപ്പർ ആയിരുന്നല്ലോ, ജയവിജയന്മാരല്ലേ? അതെ, ജയവിജയന്മാര്. അതെ, അപ്പൊ അത് പാർശ്വതന്മാരിൽ ഉൾപ്പെടുമല്ലോ. പക്ഷെ അത് വന്നത് എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ അടുത്ത് ഉള്ള ഇച്ഛയുണ്ടല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് വരുന്നതിനെ നമുക്ക് റൂൾസ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. അത് എക്സെപ്ഷൻസ് ആണ്. എത്ര രാവണൻ ഉണ്ടായിരുന്നു? ഒരു രാവണൻ ഉണ്ടായിരുന്നു. ഇന്നോ നമ്മളും രാവണനെക്കാട്ടിലും
നമ്മളൊക്കെ രാവണൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളല്ല രാവണനൊന്നും ഇല്ലാതായി പോകും. കാരണം രാവണന് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വേദിക്ക് ധർമ്മം അനുസരിച്ചാണ് ചെയ്തത്. നമുക്ക് ആ ധർമ്മമേ അറിയത്തില്ല. അപ്പൊ ആരാണ് ശ്രേഷ്ഠര്? നമ്മളാണോ രാവണനാണോ ശ്രേഷ്ഠൻ? നമ്മൾ തന്നെയാണ്. അഹങ്കാരത്തിനും അധർമ്മത്തിലും നമ്മൾ തന്നെയാണ് ശ്രേഷ്ഠർ, തീർച്ചയായിട്ടും. ഓക്കെ, ഹരേ കൃഷ്ണ. ശരി, ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. എന്നാ ഇനി അടുത്ത മാസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി, പ്രണാമം. നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. മനസ്സിലായി. ഹരേ കൃഷ്ണ. താങ്ക് ഹരേ യു. കൃഷ്ണ. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. പഞ്ചകൽപരൂപസ്യ കൃപാസിന്ധുഭ്യോ വിജയം പതിതാൻ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ചൈതന്യ മഹാപ്രഭു കീ ജയ്. ഹരി ഹരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭു വളരെ നന്ദി. നല്ലൊരു ടഫ് ടോപ്പിക്കിനെ കുറിച്ച് വളരെ രസകരമായ രീതിയിൽ വളരെ സമാധാനത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നന്നായി പ്രസന്റ് ചെയ്തതിന് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ധന്യവാദം. ഹരേ കൃഷ്ണ. നാട്ടിലാണോ? പ്രഭു ലെഫ്റ്റ് ആയി തോന്നണു. പ്രഭു എത്തിയിട്ടുണ്ട് ഇവിടെ. ട്രിവാൻഡ്രത്ത് പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോ. ശരി. ട്രിവാൻഡ്രത്ത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു.